ഹലോ, നമസ്കാരം. ഞാൻ സിന്ധു വേണുഗോപാൽ. ഇന്ന് നമുക്ക് വള്ളുവനാട്ടിലെ പ്രശസ്തമായൊരു ദേവീക്ഷേത്രം പരിചയപ്പെടാം. ശ്രീ ഉത്രത്തിൽ ഭഗവതി ക്ഷേത്രം. ഈ ക്ഷേത്രം ചെറുപ്ലശ്ശേരി മണ്ണാർക്കാട് റോഡിൽ ശ്രീകൃഷ്ണപുരത്തിനടുത്ത് കുറച്ചുള്ളിലേക്ക് മാറി തിരുനാരായണപുരം എന്ന ഗ്രാമത്തിലാണുള്ളത്. ഇവിടുത്തെ ദേവി അമ്മ എന്നതിനേക്കാൾ മുത്തി അല്ലെങ്കിൽ മുത്തശ്ശി എന്ന സങ്കല്പത്തിലാണുള്ളത്. ഉത്രത്തിൽ ദേവിയുടെ മകളാണ് നാലേരിക്കാവിലമ്മ എന്നും നാലേരിക്കാവിൽ അമ്മയുടെ മകളാണ് ശ്രീ പരിയാനംപറ്റ അമ്മ എന്നും വിശ്വാസികൾ സങ്കല്പിച്ചു വരുന്നു. മുൻവശത്ത് റോഡ് സൗകര്യങ്ങളൊക്കെയുള്ള ഈ ക്ഷേത്രത്തിന് പുറകിൽ വിശാലമായ നെൽകൃഷിയാണുള്ളത്. അവിടെ അമ്പലത്തിനോട് ചേർന്ന് മനോഹരമായ ഒരു ക്ഷേത്രക്കുളവുമുണ്ട്. ഇത് വളരെ ഭംഗിയായും വൃത്തിയായും സൂക്ഷിച്ചിരിക്കുന്നു. അടുത്ത കാലത്തായി പടവുകളൊക്കെ ചെയ്ത് വളരെ നല്ല രീതിയിലാണ് ഇവിടുത്തെ കുളമുള്ളത്. ഏതൊരു അമ്പലത്തിന്റെയും ഭംഗി കൂട്ടുന്നത് അവിടുത്തെ ക്ഷേത്രക്കുളം തന്നെയാണ്. അമ്പലത്തിന്റെ പടിക്കെട്ടുകൾ ഇറങ്ങി വരുമ്പോൾ ഇടതുവശത്ത് നമുക്ക് വഴിപാട് കൗണ്ടറുകൾ കാണാം. അമ്പലത്തിന് പുറകിലായി ഊട്ടുപുരയുമുണ്ട്. എല്ലാ ഭഗവതി ക്ഷേത്രത്തിലും എന്ന പോലെ ഇവിടെയും വഴിപാടുകളായി പൂമൂടൽ, ഉദയാസ്തമന പൂജ, ചുറ്റുവിളക്ക്, നിറമാല തുടങ്ങിയ വഴിപാടുകളൊക്കെയാണ് ഉള്ളത്. ഈ അമ്പലത്തിനെ കുറിച്ച് കൂടുതൽ അറിയാനായി നമുക്ക് ഇവിടുത്തെ ക്ഷേത്രം മേൽശാന്തി തിരുമേനിയുമായി സംസാരിക്കാം. ഞാൻ കിഴിയടത്ത് മനകിൽ ടി കെ ശങ്കർദാസ് ആണ്. നാട്ടിലെ സുപ്രധാന ദേവീക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ ഉത്രത്തിക്കാവ് ഭഗവതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ കൊടുങ്ങല്ലൂർ ഭഗവതിയാണ്. ഞങ്ങളുടെ കിഴിയടത്ത് മനയുടെ ഞങ്ങളുടെ ഒരു മുത്തശ്ശൻ്റെ ഒപ്പം കൊടുങ്ങല്ലൂരിൽ നിന്ന് വന്നതാണ്. ഉത്തരീയത്തിൽ വന്നത് കൊണ്ടാണ് ഉത്തരത്തിൽ ഭഗവതി എന്ന് നാമകരണം വന്നത്. ഉത്തരീയത്തിൽ വന്നതുകൊണ്ടാണ് ഉത്തരത്തിൽ ഭഗവതി എന്ന്. അവിടെ കുറേ കാലം ഭജന ഇരുന്ന് ഒപ്പം വയ്യാതെയപ്പോൾ കൂടെ പോകുന്നതാണ്. അങ്ങനെ ഇവിടെ വന്ന് ഒരു ഇവിടെ അടുത്തൊരു കുളമുണ്ട്. ആ കുളത്തിൽ കുളിച്ചു. അവിടെ നിന്ന് കുളി കഴിഞ്ഞ് മുകളിലേക്ക് കയറിയപ്പോഴേക്കും ഉത്തരീയം കോടയും കാണാനില്ല. അപ്പോൾ ഇല്ലത്ത് പോയിട്ട് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് നോക്കിയപ്പോഴാണ് ഉത്തരത്തിൽ കണ്ടത്, ഒരു ദിവ്യപ്രഭ കണ്ടത്. ആ പ്രശ്നം വെച്ച് നോക്കിയപ്പോഴാണ് അവിടുന്ന് ഭഗവതി കൂടെ വന്നിരിക്കുകയാണ്. ഉത്തരീയത്തിൽ വന്നത് കൊണ്ട് ആ കുട കണ്ട സ്ഥലത്ത് ക്ഷേത്രം പണിയണമെന്നും ഉത്തരത്തിൽ ഭഗവതി എന്ന് പേര് വരാനും കാരണം. അങ്ങനെയാണ് പറയണത്. എങ്ങനെയാണ് ഇത്? അതെ അതെ. ഇവിടെ ഉത്സവങ്ങൾ മീനഭരണിയാണ് പ്രധാന ഭരണി. കൊടുങ്ങല്ലൂർ അതേ ദിവസം 7 ദിവസം മുന്നേ ആ കോടിയേറ്റം കഴിഞ്ഞ് 7ാം ദിവസം ഭരണി ആഘോഷം. ദിവസവും 2 നേരം ആറാട്ട്, കാളമ്പാട്ട്, എല്ലാ വഴിപാടുകളും. ഭരണി ദിവസം കാളവരവ്, ആന, തിറ, പൂതൻ, എല്ലാ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. അതെ അതെ. പൂജകൾ ത്രികാല പൂജ ദിവസവും നടക്കുന്നു. അത് 3 നേര പൂജകളും എല്ലാ വഴിപാടും. പ്രധാന വഴിപാട് കഠിന പായസം, മുട്ടറക്കൽ, ധാരികവധം പാട്ട്, പിന്നെ പെട്ടും താലിയും ചാർത്തൽ, എല്ലാ നെയ്വിളക്ക, പുഷ്പാഞ്ജലി, എല്ലാ വഴിപാടുകളും ഇവിടെ ഉണ്ട്. പ്രധാനം ഭഗവതിക്ക് കഠിന പായസമാണ്. ധാരികവധം പാട്ട്, വെളിച്ചപ്പാടിൻ്റെ കൽപ്പന, എല്ലാ ഞായറാഴ്ചകളിലും വെളിച്ചപ്പാടിൻ്റെ കൽപ്പനയുണ്ട്. ഞങ്ങൾ ഇപ്പോൾ നവീകരണത്തിൻ്റെ ഒരു ആരംഭത്തിലിരിക്കുകയാണ്. ഭരണി കഴിഞ്ഞ ശ്രീകോവിൽ പൊളിച്ച് നല്ല പുതിയ കരിങ്കല്ലിൽ കെട്ടി വെട്ടുകല്ലിൽ ചുമര് പണിഞ്ഞ് മേൽക്കൂര ചെമ്പോല പതിച്ച് പുതിയ കൊടിമരം എല്ലാം നടത്താനുള്ള പ്ലാനിലായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭക്തജനങ്ങളും 9 ദേശത്തട്ടകമാണ്. ആ തട്ടകത്തിലെ എല്ലാ ഭക്തജനങ്ങളുടെയും സഹായം ഉണ്ടാവണം. ഉള്ളിൽ ഞങ്ങൾ ശിലയാണ്. ഉള്ളിൽ ശിലയാണ്. അത് ഭഗവതിയെ ബാലാലയത്തിലേക്ക് മാറ്റിയിട്ട് ഇവിടെ മുഴുവൻ പണി കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങോട്ട് വീണ്ടും അമ്പലം പണി, ഇതിൻ്റെ ആനക്കൂട്ടിലെ കൊടിമരം എല്ലാം പണി കഴിഞ്ഞ് ഇങ്ങോട്ട് വീണ്ടും നവീകരണ കലശത്തോടുകൂടി മാറ്റി വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 2 വർഷത്തിൻ്റെ ഉള്ളിൽ ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ 35 വർഷമായി. എൻ്റെ അച്ഛനായിരുന്നു പണ്ട്. കുറേ അച്ഛൻ കഴിഞ്ഞ് പിന്നെ ഞാനാണ്. അതെ അതെ അതെ.
നവീകരണ പ്രവർത്തനങ്ങളിൽ ഏതൊരു അമ്പലത്തിനും ഭക്തജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ആവശ്യമാണ്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.